പ്രിയപ്പെട്ട സംരംഭകരെ, 2023 കഴിഞ്ഞ് 2024 എന്നൊരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. എല്ലാ പുതുവർഷം പോലെ ഈ പുതുവർഷവും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നും നല്ല രീതിയിൽ നമ്മുടെ ബിസിനസ് വളരണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ ന്യൂ ഇയറിലും എടുക്കുന്ന തീരുമാനം പോലെ ഈ ന്യൂ ഇയറിലും എടുക്കുന്ന തീരുമാനം മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് നമ്മുടെ സംശയം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ പ്രീവിയസ് ഹിസ്റ്ററി നമ്മളെ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഈ പുതുവർഷത്തിൽ പ്രധാനപ്പെട്ട നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സെലക്റ്റീവ് ലേസിനെസ്. എന്താണ് സെലക്റ്റീവ് ലേസിനെസ്? ലേസിനെസ് നമുക്കറിയാം. ലേസി പീപ്പിൾ എന്ന് നമ്മൾ പറയാറുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ ഉഴപ്പന്മാരെന്ന് പറയാറുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളിലും അതുപോലെ ഉഴപ്പന്മാരുണ്ട്. അതുപോലെ സെലക്റ്റീവായി നമ്മൾ ഉഴപ്പാൻ പറ്റണം. ഉദാഹരണത്തിന്, നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ മണിക്കൂറിനും അതിനെത്ര വാല്യൂ ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ വാല്യൂ അറിഞ്ഞാൽ മാത്രമേ സെലക്റ്റീവ് ലേസിനെസ് എപ്രകാരം നമ്മുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ബിസിനസ് ഓണേഴ്സാണ്, പക്ഷേ നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ശരിയല്ലേ? മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യും, സെയിൽസ് നമ്മൾ ചെയ്യും, പർച്ചേസ് നമ്മൾ ചെയ്യും, ബുക്ക് കീപ്പിംഗ് നമ്മൾ ചെയ്യും, അക്കൗണ്ട്സ് നമ്മൾ ചെയ്യും, ഫൈനാൻഷ്യൽ ബഡ്ജറ്റ് നമ്മൾ ചെയ്യും, ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യുന്നത് നമ്മൾ ചെയ്യും. ഇനി സ്റ്റാഫുകൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യും. ആളുകൾ കടം വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ കടം വാങ്ങിക്കാൻ അതിൻ്റെ പുറകെ നടക്കും. വാട്സാപ്പിൽ കസ്റ്റമറിനെ SMS ചെയ്യും. എല്ലാം നമ്മൾ ചെയ്യും. എന്നാൽ സെലക്റ്റീവായി നിങ്ങൾ ഉഴപ്പാൻ പറ്റണം. ഉദാഹരണത്തിന്, 1,20,00,000 രൂപ ടേൺ ഓവറുള്ള ഒരു കമ്പനി, ഒരു മാസം 10 ലക്ഷം രൂപ വരുമാനം. അപ്പം നിങ്ങൾക്ക് ഒരു മാസം 10 ലക്ഷം രൂപയാണ് വരുമാനം. ഈ 10 ലക്ഷം ഡിവൈഡ് ബൈ 30, അതാണ് നിങ്ങളുടെ ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത്. അതായത് ഏകദേശം ഒരു ദിവസം 33,000 രൂപ നിങ്ങളുടെ വരുമാനമാണ്. നിങ്ങൾ ആവറേജ് 8 മണിക്കൂറാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഡിവൈഡ് ബൈ 8, ഏകദേശം 4,200 രൂപ ആണ് നിങ്ങളുടെ ഒരു മണിക്കൂറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഒരു മണിക്കൂർ 4,200 രൂപയുടെ റിസൾട്ട് നിങ്ങളുടെ ആക്ഷനിൽ നടക്കുന്നുണ്ടോ എന്നാണ് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത്. നിങ്ങളുടെ ടേൺ ഓവർ ഇത്രയുമാണ്. ഇനി 2024 നിങ്ങളൊരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ 2024 കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ, കൂടുതൽ ടേൺ ഓവർ, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ശരിയല്ലേ? അതിനനുസരിച്ച് നിങ്ങളുടെ എമൗണ്ട് മാറും. ഇപ്പം ഞാൻ നിലവിൽ അറ്റ് പ്രസൻറ്റ് നിങ്ങൾക്ക് 1,20,00,000 രൂപയാണ് നിങ്ങളുടെ ടേൺ ഓവർ എങ്കിൽ ഏകദേശം 10 ലക്ഷം രൂപയാണ് നിങ്ങളുടെ മന്ത്ലി വരുമാനം. 10 ലക്ഷത്തിൽ നിന്ന് നമ്മൾ 30 ഡിവൈഡ് ചെയ്യുമ്പം ഏകദേശം 33,000 രൂപ നിങ്ങളുടെ ഡെയിലി വരുമാനം വരും. അതിനെ 8 മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്യുന്നുവെങ്കിൽ ഡിവൈഡ് ബൈ 8 ചെയ്താൽ ഓൾമോസ്റ്റ് 4,200 രൂപയോളം നിങ്ങൾക്ക് മണിക്കൂർ സ്പെൻഡ് ചെയ്യും. നിങ്ങൾ ഓരോ മണിക്കൂറും നിങ്ങളുടെ സ്ഥാപനത്തിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത് 4,200 രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആക്ഷൻസ് ആണോ നിങ്ങൾ ആ മണിക്കൂറിൽ ചിലവാക്കിയത്. 24 മണിക്കൂറും നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്, സെയിൽസ് ചെയ്യുന്നുണ്ട്, അക്കൗണ്ട്സ് ചെയ്യുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്നുണ്ട്, വെണ്ടറെ മീറ്റ് ചെയ്യുന്നുണ്ട്, ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യുന്നുണ്ട്, കസ്റ്റമറെ മീറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് 4,200 രൂപ ഒരു മണിക്കൂർ നിങ്ങളുടെ വാല്യൂ ആണ് എങ്കിൽ ആ വാല്യൂവിനെ 8,000 രൂപയാക്കാൻ, അല്ലെങ്കിൽ 6,000 രൂപയാക്കാൻ, അല്ലെങ്കിൽ 10,000 രൂപയാക്കാനുള്ള തീരുമാനങ്ങളാണ് നിങ്ങൾ എടുക്കേണ്ടത്. സ്റ്റാഫുകൾ തമ്മിൽ സൗന്ദര്യപ്പിണക്കം ഉണ്ടായപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള സമയമല്ലത്. ഒരു കസ്റ്റമർ ഫേസ്ബുക്കിൽ ഒരു പരസ്യം ചെയ്ത് നിങ്ങൾക്കൊരു ബാഡ് കമൻറ്റ് വന്നപ്പം അത് റെക്ടിഫൈ ചെയ്യാനുള്ള സമയമല്ലത്. അത് ആ സമയം അതിന് ആപ്റ്റായ ആളുകളെ നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആ റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ടൈം, നിങ്ങളുടെ ടേൺ ഓവർ വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം, നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അത് ഉറപ്പ് വരുത്താനാണ് സെലക്റ്റീവ് ലേസിനെസ് എന്ന തിയറി ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ സെലക്റ്റീവ് ആകുന്നു ഉഴപ്പാൻ വേണ്ടിയിട്ട്. അനാവശ്യ കാര്യങ്ങളിലൊന്നും നമ്മൾ ഇടപെടാതിരിക്കുക. സ്റ്റാഫുകൾ തമ്മിൽ ഇഷ്യൂ ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരാൾ ബാഡ് കമൻറ്റ് ചെയ്തു, അല്ല എങ്കിൽ ഒരു വെണ്ടർ പിണങ്ങി നിൽക്കുന്നു,
ഇതൊക്കെ അതാത് ചെയ്യേണ്ടവരെ ഫോക്കസ് ചെയ്ത് അവരെ ഏൽപ്പിച്ച് അവരെയും കൊണ്ട് ഇത് സോൾവ് ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് ഈ 4200 രൂപ ഒരു മണിക്കൂർ നിങ്ങൾക്ക് അറ്റ് പ്രസന്റ് നിങ്ങളുടെ കോസ്റ്റാണ്, നിങ്ങളുടെ വാല്യൂ ആണ്. ഈ 4200-നെ 5000-ഉം 6000-ഉം 8000-ഉം 10000-ഉം 20000-ഉം ഒക്കെ ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസിഷൻസും അതിന് പറ്റുന്ന തരത്തിലുള്ള ആക്ഷൻസും നിങ്ങൾ ചാർട്ട് ചെയ്യുക. എന്നിട്ട് 80-20 റൂള് അപ്ലൈ ചെയ്ത് 1/99 റൂള് അപ്ലൈ ചെയ്യുക. ഇതിനെ ഫ്ലോ ടൈം വെച്ചിട്ട് കൃത്യമായി ചാർട്ട് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ ഫ്ലോ ടൈമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഇനി അതല്ല, നിങ്ങൾക്ക് ഡീറ്റെയിൽ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഫ്ലോ ടൈമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ സെലക്റ്റീവ് ലേസിനെസ് നമ്മുടെ എല്ലാ ബിസിനസ് ഓണേഴ്സും കംപ്ലീറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാർക്കറ്റിംഗ് ചെയ്യുന്നവരോട്, നിങ്ങളുടെ സെയിൽസ് ചെയ്യുന്നവരോട്, നിങ്ങളുടെ ഫിനാൻസ് ചെയ്യുന്നവരോട് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ വർക്കിന് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുക. പിന്നീട് സമയമുണ്ടെങ്കിൽ മാത്രം മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ സഹായിക്കുക. എങ്കിൽ മാത്രമേ അതിനനുസരിച്ചുള്ള എക്സ്പെർട്ടൈസ് നമ്മുടെ ബിസിനസ്സിൽ വരികയും നമ്മുടെ ബിസിനസ് ഒന്നുകൂടെ പ്രൊഡക്റ്റീവായി മാറുകയും ചെയ്യത്തുള്ളൂ. നമ്മൾ പല ബിസിനസ്സുകളിൽ കാണാറുണ്ട്, മൾട്ടി ടാസ്ക് ചെയ്യിപ്പിക്കാറുണ്ട്. മൾട്ടി ടാസ്ക് ചെയ്യിപ്പിക്കരുത് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഓരോന്നിനും എഫിഷ്യൻ്റായ സ്റ്റാഫുണ്ട്. അക്കൗണ്ട്സിലിരിക്കുന്ന ഒരാൾക്കൊരു പക്ഷേ സെയിൽസിൽ കസ്റ്റമറിനെ ഡീല് ചെയ്യാനുള്ള വശമുണ്ടാകത്തില്ല. അതേസമയം കസ്റ്റമറെ ഡീല് ചെയ്യുന്ന ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന് അക്കൗണ്ട്സിലെ ഓഡിറ്റിങ്ങും അറിയണമെന്നില്ല. അക്കൗണ്ട്സിലുള്ളവനെയും കൊണ്ട് മാർക്കറ്റിംഗ് ചെയ്യിപ്പിക്കുകയും മാർക്കറ്റിംഗ് ഉള്ളവനെയും കൊണ്ട് അക്കൗണ്ട്സ് ചെയ്യിപ്പിക്കുകയും ചെയ്താൽ എങ്ങനെയിരിക്കും? നിങ്ങൾക്ക് ഒരു ജോലി നടക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സാലറിയിൽ 3 വർക്ക് നടക്കുമെന്ന് ചിന്തിക്കും. പക്ഷേ നിങ്ങളുടെ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റിയാണ് അവിടെ കുറയുന്നത്. ഈ 2024 നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങളുടെ ഓരോ മണിക്കൂറിൻ്റെ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങളുടെ ഓരോ മാനേജേഴ്സിൻ്റെയും ഓരോ മണിക്കൂറിൻ്റെ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓരോ എംപ്ലോയീസിൻ്റെയും ഓരോ മണിക്കൂർ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഈ വാല്യൂവിനെ ഇരട്ടിയാക്കാൻ എന്ത് ഡിസിഷൻസ്, എന്ത് ആക്ഷൻസ്, എന്ത് ആക്ഷൻ പ്ലാൻ നിങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിക്കുക. അത് നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് എത്തിക്കുകയും 2024 നിങ്ങൾക്ക് വളരെ ഉയർച്ചയുള്ള ഗ്രോത്തുള്ള ഒരു വർഷമായി മാറുകയും ചെയ്യും. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട ഓരോ കമൻറ്റും എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഇന്ധനമാണ്. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്